വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി യൂട്യൂബ് ക്ലാസ്സസ്. നമ്മളിന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് ഹൈഡ്രോളിക് മെഷീൻസ് ആണ്. അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ എക്സാമിന് നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടോപ്പിക്കാണ് ഹൈഡ്രോളിക് മെഷീൻസ് എന്ന് പറയുന്നത്. നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഹൈഡ്രോളിക് മെഷീൻസ്, ആദ്യം നമ്മൾ ഹൈഡ്രോളിക് മെഷീൻസ് എന്താണെന്ന് നോക്കാം. It is defined as those machines which converts either hydraulic energy into mechanical energy or mechanical energy into hydraulic energy. അപ്പം ഹൈഡ്രോളിക് എനർജിയെ മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റുകയും അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജിയെ ഹൈഡ്രോളിക് എനർജിയാക്കി മാറ്റുകയും ചെയ്യുന്ന ടൈപ്പ് ഓഫ് മെഷീൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഹൈഡ്രോളിക് മെഷീൻസ് എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ രണ്ട് ടൈപ്പ് എനർജി കൺവേർഷൻ നമുക്കിവിടെ കാണാം അല്ലേ. ഹൈഡ്രോളിക് എനർജി മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റുന്ന ടൈപ്പ് ഓഫ് മെഷീൻസും ഉണ്ട്, അതുപോലെ തന്നെ മെക്കാനിക്കൽ എനർജി ഹൈഡ്രോളിക് എനർജിയാക്കി മാറ്റുന്ന മെഷീൻസും ഉണ്ട്. അപ്പോൾ ആ മെഷീൻസിനെ നമുക്ക് ആ എനർജി കൺവേർഷൻ്റെ ബേസിൽ ഇപ്പം ഹൈഡ്രോളിക് എനർജി മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റുന്ന ടൈപ്പ് ഓഫ് മെഷീൻസിനെ നമ്മൾ ടർബൈൻസ് എന്ന് വിളിക്കും. അതോടൊപ്പം തന്നെ മെക്കാനിക്കൽ എനർജി ഹൈഡ്രോളിക് എനർജിയാക്കി മാറ്റുന്ന മെഷീൻസിനെ നമ്മൾ പമ്പ്സ് എന്ന് വിളിക്കും, പമ്പുകളാണ്. അപ്പോൾ ടർബൈൻ്റെ ക്ലാസിഫിക്കേഷനിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് ടർബൈൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഹൈഡ്രോളിക് എനർജി മെക്കാനിക്കൽ എനർജിയാക്കി ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ടർബൈനെ നമ്മൾ പ്രധാനമായും വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രധാനമായും 4 ടൈപ്പായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ എന്തിൻ്റെയൊക്കെ ബേസിസിലാണെന്ന് നമുക്ക് നോക്കാം. 1 ആക്ഷൻ ഓഫ് വാട്ടർ ആണ്, 2 ഹെഡ്, 3 സ്പെസിഫിക് സ്പീഡ്, 4 ഡയറക്ഷൻ ഓഫ് ഫ്ലോ. ഈ 4 അടിസ്ഥാനത്തിലാണ് പ്രധാനമായും ടർബൈൻസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ആദ്യം നമുക്കിപ്പോൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ആക്ഷൻ ഓഫ് വാട്ടറിൻ്റെ ബേസിലാണ്. ആക്ഷൻ ഓഫ് വാട്ടറിൻ്റെ ബേസിസിൽ നമ്മൾ ടർബൈൻസിനെ പ്രധാനമായും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഒന്നാണ് ഇമ്പൾസ് ടർബൈൻ, 2 റിയാക്ഷൻ ടർബൈൻ. നമുക്കിവിടെ കാണാം, 1 ഇമ്പൾസ് ടർബൈനും 2 റിയാക്ഷൻ ടർബൈനും. ആ ഇമ്പൾസ് ടർബൈൻ്റെ എക്സാമ്പിളാണ് പെൽട്ടൺ വീല് എന്ന് പറയുന്നത്. ഇമ്പൾസ് ടർബൈൻ എക്സാമ്പിളാണ് പെൽട്ടൺ വീല്. അതോടൊപ്പം തന്നെ നമ്മൾ പറയുന്ന 2ാമത്തെ ടൈപ്പ് ടർബൈനാണ് റിയാക്ഷൻ ടർബൈൻ. റിയാക്ഷൻ ടർബൈന് 2 എക്സാമ്പിളുകളുണ്ട്, 1 ഫ്രാൻസിസ് ടർബൈനും 2 കപ്ലാൻ ടർബൈനും ആണ്. ഇനി നമ്മൾ ഇമ്പൾസ് ടർബൈൻ്റെ കേസിലേക്ക് പോകുമ്പോൾ ഇമ്പൾസ് ടർബൈനെയും റിയാക്ഷൻ ടർബൈൻ ഞാൻ പറഞ്ഞു ആക്ഷൻ ഓഫ് വാട്ടറിൻ്റെ കേസിലാണ് എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇമ്പൾസ് ടർബൈൻ പറയുമ്പോൾ ഇമ്പൾസ് ടർബൈനിലെ ഒരു എനർജി കൺവേർഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അവിടെ before entering the turbine blades, the pressure energy is fully converted into kinetic energy. അപ്പം ടർബൈൻ ബ്ലേഡ്സിലേക്ക് വാട്ടർ വന്ന് ഇമ്പിഞ്ച് ചെയ്യുന്ന സമയത്തിന് മുമ്പായിട്ട് പ്രഷർ എനർജിയെ പൂർണ്ണമായും എന്താക്കി മാറ്റുന്നുണ്ട്, കൈനറ്റിക് എനർജിയാക്കി മാറ്റുന്നുണ്ട്. അതിനായി തന്നെ ഇമ്പൾസ് ടർബൈനുകളിൽ നമുക്ക് നോസിലുകളെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പെൻസ്റ്റോക്ക് പൈപ്പിൻ്റെ എൻഡിൽ അല്ലെങ്കിൽ പൈപ്പിൻ്റെ എൻഡിലായിട്ട് നമുക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഇൻലെറ്റിലായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും, നമുക്ക് നോസിലുകളെ കാണാനായിട്ട് സാധിക്കും. ഈ നോസിലുകളാണ് ഈ പ്രഷർ എനർജിയെ പൂർണ്ണമായിട്ടും എന്താക്കി മാറ്റുന്നത്, കൈനറ്റിക് എനർജിയാക്കി മാറ്റുന്നത്. എന്നാൽ റിയാക്ഷൻ ടർബൈനുകളിൽ എന്തില്ല, നോസിൽ ഇല്ല, നോസിൽ ആബ്സെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു പാർട്ട് ഓഫ് കൈനറ്റിക് എനർജി മാത്രമേ മാറ്റപ്പെടുന്നുള്ളൂ. അതായത് പ്രഷർ എനർജിയിലെ ഒരു കുറച്ച് പാർട്ട് മാത്രമേ ആദ്യം എന്തായി മാറുന്നുള്ളൂ, കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നുള്ളൂ. അതൊരു മേജർ ഡിഫറൻസ് ആണ്. ഇനി നമ്മൾ പെൽട്ടൺ വീലിലേക്ക് വരുമ്പോൾ പെൽട്ടൺ വീലിലെ പാർട്സുകൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അതിലെ 1ാമത്തെ പാർട്ടാണ് നമ്മൾ പറയുമ്പോൾ പെൽട്ടൺ വീലുമായി ബന്ധപ്പെട്ട് 1 പെൻസ്റ്റോക്ക് പൈപ്പ്. നമുക്കറിയാം പെൻസ്റ്റോക്ക് പൈപ്പ് എങ്ങനെയാണ് നമ്മുടെ സ്റ്റോറേജിൽ ഇരിക്കുന്ന വാട്ടറിനെ നമ്മുടെ പവർ ഹൗസിലേക്ക് കൊണ്ടെത്തിക്കാൻ ഉപയോഗിക്കുന്ന പൈപ്പ് ലൈനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, പെൻസ്റ്റോക്ക് പൈപ്പുകൾ എന്ന് പറയാം. ഈ ഫിഗറിൽ നമുക്ക് കാണാം പെൻസ്റ്റോക്ക് പൈപ്പിൻ്റെ എൻഡിലായിട്ട് നമുക്കിവിടെ എന്ത് കാണാം, നോസിലുകൾ കാണാം അല്ലേ. അപ്പോൾ ഈ നോസിലാണ് ഞാൻ പറഞ്ഞ ആ എനർജി കൺവേർഷനായിട്ട് നമുക്ക് സഹായിക്കുന്ന പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. പിന്നെ അതോടൊപ്പം ഇവിടെ നമുക്കൊരു കേസിങ് കാണാം. കേസിങ് എന്ന് പറയുന്നത് എന്തിനാണ്, നമുക്കറിയാം ഇവിടെ ഒരു പ്രൊട്ടക്റ്റീവ് കവറായിട്ട് അല്ലേ, നമ്മുടെ ആ ടർബൈൻ ആ ബ്ലേഡ്സിനെ എല്ലാം കൂടെ കവർ ചെയ്തിരിക്കുന്ന ഒരു പാർട്ടാണ് എന്തെന്ന് പറയുന്നത്, കേസിങ് എന്ന് പറയുന്നത്. അതോടൊപ്പം നമുക്കിവിടെ എന്ത് കാണാം, റണ്ണർ കാണാം അല്ലേ. റണ്ണർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടർബൈൻ്റെ റൊട്ടേറ്റിംഗ് എലമെൻറ്റ് അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്, റണ്ണറുകളാണ്. ആ റണ്ണറിന് ചുറ്റും നമുക്ക് കാണുന്ന ഭാഗമാണ് എന്ത്, ഈ കാണുന്ന ബക്കറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഈ ബക്കറ്റുകളിലേക്കാണ് നമ്മുടെ ആ വാട്ടർ പെൻസ്റ്റോക്ക് പൈപ്പ് വഴി വരുന്ന വാട്ടറുകൾ വന്നിട്ട് ഹിറ്റ് ചെയ്യുന്നത്. ഓക്കെ,
പിന്നെ നമുക്ക് കാണാം ബ്രേക്കിംഗ് ജെറ്റ്. ബ്രേക്കിംഗ് ജെറ്റ് എന്തിനാണെന്ന് ഉപയോഗിച്ചാൽ നമുക്കറിയാം, നമുക്ക് ചില സമയങ്ങളിൽ എന്ത് ചെയ്യണം, നമുക്ക് ടർബൈൻ ബ്ലേഡ്സ് കറങ്ങേണ്ട ആവശ്യം, അല്ലെങ്കിൽ നമുക്ക് പവർ ജനറേഷൻ ആവശ്യമില്ല എന്ന് പറയുന്ന കണ്ടീഷനിൽ എന്ത് ചെയ്യണം, നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ റൊട്ടേഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ടർബൈൻ്റെ വർക്കിംഗ് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ ഇനേർഷ്യ മൂലം വീണ്ടും ഈ റണ്ണർ കിടന്ന് റൊട്ടേറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മളെ സമയത്തുള്ള ഇവിടെ ലോസ് ആണ്. അപ്പോൾ അത് തടയാൻ വേണ്ടി നമ്മുടെ ഇപ്പോൾ ഡയറക്ഷൻ, ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ ഡയറക്ഷൻ ഒരു ഫോർവേഡ് അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെന്നിരിക്കട്ടെ. അപ്പോൾ അതിനെതിരായിട്ട് എന്ത് ചെയ്യണം, ഈ ബ്രേക്കിംഗ് ജെറ്റ് വഴി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മളൊരു ജെറ്റിനെ, ഒരു എക്സ്റ്റേണൽ ജെറ്റിനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും ആ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ട്. അങ്ങനെ നമുക്ക് ആ ടർബൈൻ്റെ അല്ലെങ്കിൽ ആ റണ്ണറിൻ്റെ ആ മൂവ്മെൻറ്റിനെ നമുക്ക് ചെറുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഇനേർഷ്യ മൂലമുള്ള ആ കറക്കം നമുക്ക് അവിടെ നിർത്താനായിട്ട് സഹായിക്കും. അതിനാണ് ബ്രേക്കിംഗ് ജെറ്റ് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്കിവിടെ കാണാം സ്പിയർ എന്നൊരു ഭാഗം. അത് നമ്മൾ അടുത്ത സ്ലൈഡുകളിലായിട്ട് നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇനി പെൽട്ടൺ വീൽ എന്താണെന്ന് നോക്കാം. പെൽട്ടൺ വീലിൻ്റെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നമ്മുടെ ടർബൈനെ പ്രധാനമായിട്ടും 4 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ബേസിസിൽ പെൽട്ടൺ വീലിൻ്റെ ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. പെൽട്ടൺ വീൽ എന്ന് ഇറ്റ് ഈസ് എ ടാൻജൻഷ്യൽ ഫ്ലോ ഇമ്പൾസ് ടർബൈൻ. പെൽട്ടൺ വീൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു ടാൻജൻഷ്യൽ ഫ്ലോ ഇമ്പൾസ് ടർബൈൻ ആണ്. ഞാൻ പറഞ്ഞത് ഡയറക്ഷൻ ഓഫ് ഫ്ലോയുടെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള കാര്യം പറഞ്ഞിരുന്നല്ലേ, ടർബൈൻ്റെ കാര്യം. അപ്പോൾ ഡയറക്ഷൻ ഓഫ് ഫ്ലോയുടെ കേസിൽ 4 നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. 1 ടാൻജൻഷ്യൽ ഫ്ലോ, 2 റേഡിയൽ ഫ്ലോ, 3 ആക്സിയൽ ഫ്ലോ, 4 മിക്സഡ് ഫ്ലോ. അങ്ങനെ ഡയറക്ഷൻ ഓഫ് ഫ്ലോയെ നമുക്ക് 4 ക്ലാസിഫൈ ചെയ്യാം. അതിലെ ടാൻജൻഷ്യൽ ഫ്ലോ നടക്കുന്ന അല്ലെങ്കിൽ ടാൻജൻഷ്യൽ ഫ്ലോ ടർബൈൻ ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, പെൽട്ടൺ വീൽ. അപ്പോൾ പെൽട്ടൺ വീലിൽ നടക്കുന്ന എന്താണ് ഡയറക്ഷൻ ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ ഫ്ലോ ആണ്. ഇനി ഹെഡിൻ്റെ കേസിൽ പറയുമ്പോൾ ഹൈ ഹെഡ് ടർബൈൻ, അതായത് ഏകദേശം അതിനൊരു റേഞ്ച് ഉണ്ട്, ഗ്രേറ്റർ ദാൻ 300 മീറ്ററിന് മുകളിൽ ഹെഡ് വരുന്ന ടർബൈനുകൾ, ഓക്കെ, അല്ലെങ്കിൽ ഹെഡുള്ള ടർബൈനുകൾ എന്തെന്ന് പറയാം, പെൽട്ടൺ വീൽ ടർബൈനുകളെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ സ്പെസിഫിക് സ്പീഡ് എന്തായിരിക്കും, ലോ സ്പെസിഫിക് സ്പീഡുള്ള ടർബൈനുകളാണ് എന്തെന്ന് പറയുന്നത്, പെൽട്ടൺ വീൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് എ ടാൻജൻഷ്യൽ ഫ്ലോ ഇമ്പൾസ് ടർബൈൻ. ഇതൊരു ഇമ്പൾസ് ടർബൈൻ എക്സാമ്പിളാണ്. അതുപോലെ ഇവിടുത്തെ ഡയറക്ഷൻ ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ ഫ്ലോ ആണ്. അതോടൊപ്പം ഹൈ ഹെഡ് ടർബൈൻ ആണ്, ലോ സ്പെസിഫിക് സ്പീഡാണ്. അപ്പോൾ ഇത് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഒരൊറ്റ കോഡിൽ നിന്ന് പഠിച്ചു വെക്കാം. ഇപ്പം വാട്ടർ അതോറിറ്റി ഗ്രേഡ് 3 വർക്ക് ചെയ്യുന്നവർക്ക്, പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നമുക്കറിയാം, പിത്ത് എന്ന് പറയുന്നൊരു വാക്ക് നമുക്കറിയാം അല്ലേ, ടിമ്പറുമായി ബന്ധപ്പെട്ടിട്ട് പിത്ത് എന്ന് പറയുന്നൊരു വാക്ക് നമ്മളുണ്ട്. ഈ പിത്ത് വെച്ച് തന്നെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പഠിച്ചു വെക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പി സ്റ്റാൻഡ്സ് ഫോർ പെൽട്ടൺ വീൽ. അപ്പോൾ പിയെ നമ്മൾ പെൽട്ടൺ വീലിന് പകരമായിട്ട് പറയും. അതുപോലെ ഐ ഫോർ ഇമ്പൾസ് ടർബൈൻ ആണ് ഐ. ടി എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ ഫ്ലോ ആണ്. ടാൻജൻഷ്യൽ ഫ്ലോയുടെ കേസിൽ ടി നമുക്ക് എടുക്കാം. അതുപോലെ എച്ച് ഹൈ ഹെഡായിട്ട് നമുക്ക് എച്ചിനെ എടുക്കുക. അങ്ങനെ പിത്ത എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിൽ നമ്മളത് പഠിച്ചു വെച്ചാൽ നമുക്ക് ഈ ഇമ്പൾസ് ടർബൈൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണോ അത് നമുക്ക് കിട്ടും. ഈ ഹൈ ഹെഡ് ടർബൈനിൻ്റെ നേരെ ഓപ്പോസിറ്റ് സ്പെസിഫിക് സ്പീഡ് വരുമ്പോഴത്തേക്ക് അതിന് ഓപ്പോസിറ്റ് എന്നുള്ള രീതിയിൽ പഠിച്ചു വെച്ചാൽ, അതായത് ഹൈ ഹെഡ് ടർബൈന് ലോ സ്പെസിഫിക് സ്പീഡ് എന്ന രീതിയിൽ പഠിച്ചു വെച്ചാൽ നമുക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ആ പോയിന്റുകളെല്ലാം നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് പെൽട്ടൺ വീലിൻ്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്താണ് സ്പിയർ എന്ന് പറയുന്നത്. അപ്പോൾ സ്പിയർ എന്താണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞിരുന്നു സ്പിയർ എന്ന് പറയുന്ന പാർട്ട് നോസിലിനോട് ചേർന്നിരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിരുന്നു അല്ലേ. സ്പിയർ വിത്ത് നോസിൽ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ മുമ്പേ ഒന്ന് സൂചിപ്പിച്ചിരുന്നു, അതായത് ചില സമയങ്ങളിൽ നമുക്ക് പവർ ജനറേഷൻ ആവശ്യമായി വരുന്നില്ല. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, റണ്ണറിൻ്റെ റൊട്ടേഷൻ അല്ലെങ്കിൽ ടർബൈനിൻ്റെ റൊട്ടേഷൻ നിർത്തണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ വാട്ടറിൻ്റെ ഫ്ലോയെ എന്ത് ചെയ്താൽ മതി, ഒന്ന് തടസ്സപ്പെടുത്തിയാൽ മതി. ആ തടസ്സപ്പെടുത്തണമെങ്കിൽ ഒരു ഗവേണിംഗ് പർപ്പസിനായിട്ട് നമ്മൾ പെൽട്ടൺ വീലുകളിൽ യൂസ് ചെയ്യുന്നൊരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത്, സ്പിയർ വിത്ത് നോസിൽ എന്ന് പറയുന്നത്. അപ്പോൾ നോസിലിനോട് ചേർന്ന് കാണപ്പെടുന്ന ഒരു പാർട്ടാണ് സ്പിയർ എന്ന് പറയുന്നത്. ഇവിടെ എന്താണെന്ന് നോക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ നോസിൽ ഇൻ വിച്ച് എ സ്പിയർ മൂവ്സ് ടു ആൻഡ് ഫ്രോ. അതിൻ്റെ മോഷനാണോ പറഞ്ഞിരിക്കുന്നത്, എന്താണ്, ടു ആൻഡ് ഫ്രോ മോഷനാണ്. ബൈ ദ ആക്ഷൻ ഓഫ് ദ സെർവോ മോട്ടർ പിസ്റ്റൺ ആൻഡ് കൺട്രോൾസ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ചേഞ്ചിങ് ഡിമാൻഡ്സ്. നമ്മുടെ ഡിമാൻഡ് അനുസരിച്ച് എന്താണ്, ആ ക്വാണ്ടിറ്റി ഓഫ് വാട്ടറിനെ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് കൺട്രോൾ ചെയ്യുക, ഒരു ഫോർ ഗവേണിംഗ് പർപ്പസിന് വേണ്ടിയിട്ട്. ദിസ് ടു ആൻഡ് ഫ്രോ മൂവ്മെൻറ്റ് ഓഫ് ദ സ്പിയർ കോസസ് വേരിയേഷൻ ഇൻ ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ദ ജെറ്റ്. അതായത് നോസിലിൻ്റെ ഭാഗത്തായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ ആ നോസിലിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ്റെ വേരിയേഷൻ വരുത്തുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ ഫിഗറിനകത്ത് കാണാം അല്ലേ, ആ നോസിലിൻ്റെ ഭാഗത്തായിട്ട് സ്പിയറിൻ്റെ ആ ഹെഡ് നമുക്ക് ആ ഭാഗത്തൊക്കെ കാണാം. അപ്പോൾ ഇത് പൂർണ്ണമായും ഇങ്ങോട്ട് വന്ന് അടയുമ്പോൾ എന്ത് ചെയ്യും, ഇത് ഈ പെൻസ്റ്റോക്ക് പൈപ്പ് വഴിയുള്ള വാട്ടറിൻ്റെ ഫ്ലോ അങ്ങ്
തടയപ്പെടും. എന്നാൽ ഇത് ബാക്കിലേക്ക് പോകുമ്പോഴോ എന്ത് ചെയ്യും? ആ നോസിൽ ഫുള്ളായിട്ട് ഓപ്പൺ ആവും. അങ്ങനെ നോസിലിനെ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യാനായിട്ട് നമ്മൾ എക്സ്റ്റേണലി പ്രൊവൈഡ് ചെയ്തിരിക്കുക ഫോർ ഗവേണിംഗ് പർപ്പസിന്. അതിൻ്റെ അതിൻ്റെ ഫ്ലോയെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആവശ്യമുള്ളപ്പോൾ വേണ്ട രീതിയിലുള്ള, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടറിൻ്റെ ഡിമാൻഡ് അനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ അളവിനെ ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഈ സ്പിയർ മെക്കാനിസം നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഓക്കെ ആണല്ലോ. നമ്മൾ ഇനി അടുത്ത് പറയാൻ പോകുന്നതാണ് ഫ്രാൻസിസ് ടർബൈനെ കുറിച്ചാണ്. ഫ്രാൻസിസ് ടർബൈൻ നമുക്കറിയാം, ഇറ്റ്സ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ടർബൈനാണ്. റിയാക്ഷൻ ടർബൈനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. റിയാക്ഷൻ ടർബൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് ഫ്രാൻസിസ് ടർബൈനും കപ്ലാൻ ടർബൈനും പറയാം. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രാൻസിസ് ടർബൈനാണ്. അപ്പോൾ ഫ്രാൻസിസ് ടർബൈൻ്റെയും കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് ബേസ്ഡ് ഓൺ ദ ക്ലാസിഫിക്കേഷൻ. നമ്മൾ ആദ്യം പറഞ്ഞ ക്ലാസിഫിക്കേഷൻ്റെ ബേസിൽ. അപ്പം നമ്മൾ ടൈപ്പ് ഓഫ് ഫ്ലോയുടെ കേസ് എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ മിക്സഡ് ഫ്ലോ ടർബൈനാണ്. ഓക്കെ ആണല്ലോ. ഫ്രാൻസിസ് ടർബൈൻ എന്ന് പറയുന്നത് മിക്സഡ് ഫ്ലോ ആണ്. എന്താണ് മിക്സഡ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതിൻ്റെ ഇൻലെറ്റിലേക്ക് അത് വന്ന് കയറുന്ന, അല്ലെങ്കിൽ ടർബൈൻ ബ്ലേഡ്സിലേക്ക് അത് വന്ന് ഹിറ്റ് ചെയ്യുന്ന എന്ത് ചെയ്യലായിരിക്കും? റേഡിയൽ ഡയറക്ഷനിലായിരിക്കും. അതുപോലെ തന്നെ അത് ഔട്ട്ലെറ്റിൽ പുറത്തേക്ക് പോകുന്നത് എങ്ങനെയായിരിക്കും? ആക്സിയൽ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഈ രണ്ട് ഡയറക്ഷനും അവിടെ നടക്കുന്നുണ്ട്. അപ്പം അത് ഉള്ളിലേക്ക് കയറുന്നത് എങ്ങനെയാണ്? റേഡിയൽ ഡയറക്ഷനിലായിരിക്കും. അതുപോലെ തന്നെ പുറത്തേക്ക് പോകുന്നത് ആക്സിയൽ ഫ്ലോ ഡയറക്ഷനിലും ആയിരിക്കും. അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് വിളിക്കുക? മിക്സഡ് ഫ്ലോ റിയാക്ഷൻ ടർബൈൻ എന്ന് വിളിക്കുക. അതോടൊപ്പം തന്നെ ഇതെന്താണ്? മീഡിയം ഹെഡ് ടർബൈൻ ആണ്. മീഡിയം ഹെഡ് ടർബൈൻ നമുക്കൊരു ഏകദേശം റേഞ്ച് എന്ന് പറഞ്ഞാൽ 60 to 300 മീറ്റർ ആണ്. ഫെൽട്ടൺ വീൽ പറഞ്ഞപ്പോൾ എന്തായിരുന്നു? ഗ്രേറ്റർ ദാൻ 300 മീറ്റർ ആയിരുന്നു. 60 മുതൽ 300 വരെ മീറ്റർ വരുന്ന ടൈപ്പ് ഓഫ് ടർബൈനുകളെ നമ്മൾ മീഡിയം ഹെഡ് ടർബൈൻ എന്ന് വിളിക്കുക. അതിന് എക്സാമ്പിളാണ് എന്തെന്ന് പറയുക? ഫ്രാൻസിസ് ടർബൈൻ എന്ന് പറയാം. ഇനി അതുപോലെ തന്നെ ഇവിടെ എന്തായിരിക്കും? മീഡിയം സ്പെസിഫിക് സ്പീഡും ആയിരിക്കും. ഓക്കെ ആണല്ലോ. മീഡിയം ഹെഡും മീഡിയം സ്പെസിഫിക് സ്പീഡും ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് അവിടെ ഫെൽട്ടൺ വീലിൻ്റെ കേസ് വന്നപ്പോൾ നമ്മൾ പിത്ത് എന്ന് പറയുന്നൊരു കോഡ് പഠിച്ചു. എന്നപോലെ ഇവിടെയും നമുക്കൊരു കോഡ് ഉപയോഗിക്കാം. ഇത്രയേ ഉള്ളൂ. FMRM എന്ന പേരിലുള്ള FM റേഡിയോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്കൊന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ എന്താണ് FMRM നോക്കാം. F എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫ്രാൻസിസ് ടർബൈൻ ആണ്. അപ്പോൾ ആ ഫ്രാൻസിസിനെ ഡിനോട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ M എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് മീഡിയം ഹെഡ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ R എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ ടർബൈൻ്റെ R ആയിട്ട് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ M എന്ന് പറയുമ്പോൾ മീഡിയം സ്പെസിഫിക് സ്പീഡ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തുനിന്ന് കണക്ട് ചെയ്ത് എടുക്കാം. ഓക്കെ. അല്ലെങ്കിൽ സ്പെസിഫിക് സ്പീഡോ അല്ലെങ്കിൽ മിക്സഡ് ഫ്ലോ, ഇതിലേതെങ്കിലും ഒന്ന് കണക്ട് ചെയ്തിട്ടിരുന്നാൽ മതി. ഓക്കെ ആണല്ലോ. മിക്സഡ് ഫ്ലോ ടർബൈൻ ആ എമ്മിൽ ഒന്ന് കണക്ട് ചെയ്തിട്ട് നമുക്ക് FMRM എന്ന് പറയുന്ന കോഡിൽ നിന്ന് നമുക്ക് എന്തിനെ കണക്ട് ചെയ്തെടുക്കാൻ പറ്റും? ഫ്രാൻസിസ് ടർബൈൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ. അടുത്തയാണ് കപ്ലാൻ ടർബൈൻ എന്ന് പറയുന്നത്. റിയാക്ഷൻ ടർബൈൻ്റെ മറ്റൊരു എക്സാമ്പിളാണ് കപ്ലാൻ ടർബൈൻ. കപ്ലാൻ ടർബൈൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ആൻ ആക്സിയൽ ഫ്ലോ റിയാക്ഷൻ ടർബൈൻ. റിയാക്ഷൻ ടർബൈനിൽ ആക്സിയൽ ഫ്ലോ നടക്കുന്ന ടർബൈനുകളാണ് എന്തെന്ന് പറയുന്നത്? കപ്ലാൻ ടർബൈൻ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ലോ ഹെഡാണ്. ലോ ഹെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു റേഞ്ച് ഉണ്ട്. 10 to 60 മീറ്റർ ആണ്. 10 to 60 മീറ്റർ ഹെഡുള്ള ടർബൈനുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ലോ ഹെഡ് ടർബൈൻ എന്ന് വിളിക്കുക. അതിൻ്റെ എക്സാമ്പിളാണ് എന്തെന്ന് പറയുന്നത്? കപ്ലാൻ ടർബൈൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഹൈ സ്പെസിഫിക് സ്പീഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നമുക്കൊരു കോഡ് നമുക്ക് കിട്ടാം. KARL. അതിലെ K കപ്ലാൻ ടർബൈൻ്റെ കപ്ലാന്, A ആക്സിയൽ ഫ്ലോ, അതുപോലെ തന്നെ R റിയാക്ഷൻ ടർബൈൻ, ദെൻ L ലോ ഹെഡ്. അപ്പോൾ ഈ കാൾ എന്ന് പറയുന്നത് KARL എന്ന് പറയുന്ന കോഡിൽ നിന്ന് നമുക്ക് കപ്ലാൻ ടർബൈനും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം ടർബൈൻ്റെ ക്ലാസിഫിക്കേഷൻ കഴിയുകയാണ്. ഇനി നമുക്ക് എന്ത് പഠിക്കാം? ഡ്രാഫ്റ്റ് ട്യൂബ് എന്താണെന്ന് നോക്കാം. നമ്മുടെ റിയാക്ഷൻ ടർബൈനുകൾ പ്രധാനമായി യൂസ് ചെയ്യുന്ന ഒരു പാർട്ടാണ് ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറയുന്നത്. ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദിസ് പൈപ്പ് ഓർ ട്യൂബ് ഓർ ഗ്രാജുവലി ഇൻക്രീസിങ് ഏരിയ. അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രാജുവലി ഇൻക്രീസിങ് ഏരിയ ആണ്. ദ ടെയിൽ റേസ് ഈസ് കോൾഡ് ഡ്രാഫ്റ്റ് ട്യൂബ്. അപ്പം എന്താണ്? ഗ്രാജുവലി ഇൻക്രീസിങ് ഏരിയ ഉള്ള ടെയിൽ റേസ് വരെ കണക്ട് ചെയ്തിരിക്കുന്ന റിയാക്ഷൻ ടർബൈനിൽ ഉപയോഗിക്കുന്ന ഒരു പാർട്ട് അല്ലെങ്കിൽ ഒരു പൈപ്പിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് വിളിക്കുന്നത്. വൺ എൻഡ് ഓഫ് ദ ഡ്രാഫ്റ്റ് ട്യൂബ് ഈസ് കണക്റ്റഡ് ടു ദ റണ്ണർ ഔട്ട്ലെറ്റ്. അതിലെ ഒരു പാർട്ട് റണ്ണർ ഔട്ട്ലെറ്റിലും ആൻഡ് ദ അതർ എൻഡ് സബ്മേർജ് ടു ദ ടെയിൽ റേസ്. അതിൻ്റെ അതർ പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ടെയിൽ റേസിൽ സബ്മേർജായും ഇരിക്കും. ഓക്കെ ആണല്ലോ. ഇതാണ് നമുക്കിവിടെ ഒരു ഫിഗർ കാണാം. ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ ഫിഗറാണ് ഈ കൊടുത്തിരിക്കുന്നത്. റിയാക്ഷൻ ടർബൈനിൽ കണക്ട് ചെയ്തിരിക്കുന്ന പാർട്ടാണ് എന്തെന്ന് പറയുന്നത്? ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബ് പ്രധാനമായും 3 ടൈപ്പാണ് ഇവിടെ നമുക്ക് കാണാം. ഒന്ന് സ്ട്രെയിറ്റ് ടൈപ്പ് ഉണ്ട്, അതുപോലെ തന്നെ സിമ്പിൾ എൽബോ ടൈപ്പ് ഉണ്ട്, ദെൻ എൽബോ വിത്ത് വേരിയിങ് ക്രോസ് സെക്ഷൻ ഉണ്ട്.
അപ്പോൾ ഇത് മൂന്നെണ്ണമാണ് ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ പ്രധാനമായ ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് പഠിക്കാനുള്ളൊരു പാർട്ടാണ് സർജ് ടാങ്ക്. സർജ് ടാങ്ക് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ ഓപ്ഷനുകളിലൊക്കെ നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന ഒരു പാർട്ടാണ് സർജ് ടാങ്ക്. സോ നമുക്കിത് ഒഴിവാക്കാനായിട്ട് സാധിക്കത്തില്ല. നമുക്കത് നോക്കാം. എന്താണ് സർജ് ടാങ്ക് എന്ന്? എ സർജ് ടാങ്ക് ഈസ് ആൻ അഡീഷണൽ സ്റ്റോറേജ് സ്പേസ് ഓർ റിസർവോയർ ഫിറ്റഡ് ബിറ്റ്വീൻ ദ മെയിൻ സ്റ്റോറേജ് റിസർവോയർ ആൻഡ് ദ പവർ ഹൗസ്. അപ്പോൾ പവർ ഹൗസിനും മെയിൻ സ്റ്റോറേജിനും ഇടയിലായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു അഡീഷണൽ സ്റ്റോറേജ് അല്ലെങ്കിൽ ഒരു അഡീഷണൽ സ്പേസ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ആ ടാങ്കിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, സർജ് ടാങ്ക് എന്ന് വിളിക്കുക. അതിൻ്റെ ഫിഗർ കാണുമ്പോഴത്തേക്കും കുറച്ചുകൂടെ വ്യക്തമാവും. ദീസ് ആർ യൂഷ്വലി പ്രൊവൈഡഡ് ഇൻ ഹൈ ഹെഡ് ഓർ മീഡിയം ഹെഡ് പ്ലാന്റ്സ് when there is considerable distance between the water source and the പവർ യൂണിറ്റ്. നമുക്കറിയാം ഹൈ ഹെഡ് മീഡിയം ടർബൈനുകളിലാണ് ഇതും യൂഷ്വലി നമ്മളത് യൂസ് ചെയ്തതായിട്ട് കണ്ടിട്ടുള്ളത്. ഇനി ആ ഫിഗറോട് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ക്ലിയർ ആവും. ഫിഗറിൽ കൊടുത്തിട്ടുണ്ട് എന്താണ്, ഒരു റിസർവോയറിൽ നിന്നും പോകുന്ന പെൻസ്റ്റോക്ക് പൈപ്പ്, ആ പെൻസ്റ്റോക്ക് റിസർവോയറും ഇവിടെ കാണാം, അതുപോലെ തന്നെ നമ്മുടെ പവർ ഹൗസും കാണാം. അതിനിടയിലായിട്ടാണ് എന്ത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ സർജ് ടാങ്ക് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് മറ്റൊരു ഉപയോഗം നമുക്ക് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് പവർ ജനറേഷൻ ആവശ്യമില്ലാത്ത സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, ടർബൈനിലേക്ക് വെള്ളം പോകാതിരിക്കും. ആ സമയത്ത് നമ്മളിവിടെ ഒരു വാൽവ് വെച്ച് ക്ലോസ് ചെയ്തെന്നിരിക്കട്ടെ ഫ്ലോ, സ്വാഭാവികമായും റിസർവോയറിൽ നിന്ന് വരുന്ന വെള്ളം ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യും. അവിടെ ഒരു എന്തുണ്ടാവാൻ ചാൻസ് ഉണ്ട്, വാട്ടർ ഹാമർ ഉണ്ടാവാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അതായത് വാൽവിലേക്ക് ആ പർട്ടിക്കുലർ പ്രഷറിൽ വന്നിരിക്കുന്ന വാട്ടർ എല്ലാം വന്നിട്ട് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആ സമയത്ത് ഈ വാട്ടർ ഹാമറിനെയൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്ത് സഹായിക്കും, ഈ സർജ് ടാങ്ക് സഹായിക്കും. അതായത് ആ റിമൈനിങ് വരുന്ന വാട്ടറുകളെല്ലാം ഈ സർജ് ടാങ്കിനുള്ളിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടും. അതുവഴി നമുക്ക് അവിടെ വരുന്ന വാട്ടർ ഹാമറിങ് എഫക്റ്റുകളൊക്കെ ഒന്ന് ഒഴിവാക്കി നമ്മുടെ പെൻസ്റ്റോക്ക് പൈപ്പിനെയും ആ വാൽവിനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ആ വാട്ടർ ഹാമറിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇതാണ് സർജ് ടാങ്കിനകത്ത് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ ഈ പഠിച്ച ടർബൈൻസിൽ നിന്നും പ്രധാനമായും ചോദിക്കാൻ ചാൻസ് ഉള്ള ചില ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ആൻ ഇമ്പൾസ് ടർബൈൻ? താഴെ തന്നിരിക്കുന്നതിൽ നമുക്ക് ഇമ്പൾസ് ടർബൈൻ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻസ് കപ്ലാൻ ടർബൈൻ, ഫ്രാൻസിസ് ടർബൈൻ, പെൽട്ടൺ വീൽ, നൺ ഓഫ് ദീസ്. അപ്പോൾ ഇതിനകത്തെ നമ്മുടെ ഇമ്പൾസ് ടർബൈൻ ഏതാണെന്നാണ് ചോദ്യം. നമുക്കറിയാം പിത്ത എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഓർമ്മയുണ്ടെങ്കിൽ പെൽട്ടൺ വീലാണ് എന്തെന്ന് പറയുന്നത്, ഇമ്പൾസ് ടർബൈൻ. PI സ്റ്റാൻഡ്സ് ഫോർ എന്താണ്, ഇമ്പൾസ് ആണ്. അപ്പം പെൽട്ടൺ വീലാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഇമ്പൾസ് ടർബൈൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം നോക്കാം. വിച്ച് കൈൻഡ് ഓഫ് ടർബൈൻ ഈസ് എ പെൽട്ടൺ വീൽ ടർബൈൻ? ഓക്കെ, പെൽട്ടൺ വീൽ ടർബൈൻ എന്ത് ടൈപ്പാണ്, അല്ലെ എന്ത് കൈൻഡ് ഓഫ് ടർബൈൻ ആണെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഫ്ലോയുടെ കേസിലാണ് തന്നിരിക്കുന്നത്, അവിടെ നമുക്ക് ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ടാൻജൻഷ്യൽ ഫ്ലോ ടർബൈൻ A, B റേഡിയൽ ഫ്ലോ, C ഔട്ട്വേർഡ്, D ഇൻവേർഡ്. അപ്പോൾ പിത്ത് PITH, T സ്റ്റാൻഡ്സ് ഫോർ എന്തായിരുന്നു, ടാൻജൻഷ്യൽ ഫ്ലോ ആയിരുന്നു അല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇവിടെ ആൻസർ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ ഫ്ലോ ടർബൈൻ ആണ്. ഓക്കെ, ക്ലിയർ. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇൻ വാട്ട് ടൈപ്പ് ഓഫ് ടർബൈൻ വാട്ടർ എൻറ്റേഴ്സ് ഇൻ റേഡിയൽ ഡയറക്ഷൻ ആൻഡ് ലീവ്സ് ആക്സിയൽ ഡയറക്ഷൻ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വാട്ടർ എൻ്റർ ചെയ്യുന്നത് റേഡിയൽ ഡയറക്ഷനിലും ലീവ് ചെയ്യുന്നത് ആക്സിയൽ ഡയറക്ഷനാണ്. അപ്പോൾ ഇവിടെ രണ്ട് ടൈപ്പ് ഫ്ലോ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് നമുക്കതിനെ എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ടാൻജൻഷ്യൽ ഫ്ലോ ആണ്, രണ്ടാമത്തെ ഓപ്ഷൻ മിക്സഡ് ഫ്ലോ, C ആക്സിയൽ ഫ്ലോ ടർബൈൻ, D ഔട്ട്വേർഡ് ഫ്ലോ. നമുക്കറിയാം, ഞാൻ ഫ്രാൻസിസ് ടർബൈൻ പറഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു, റേഡിയലി എന്താണ് എൻ്റർ ചെയ്യും, അതുപോലെ തന്നെ ആക്സിയലി പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫ്ലോ നടക്കുന്നത്. അതിനെ നമ്മൾ എന്തായിരുന്നു വിളിച്ചത്, മിക്സഡ് ഫ്ലോ ടർബൈൻ എന്നാണ് വിളിച്ചത്. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്, മിക്സഡ് ഫ്ലോ ആണ് അല്ലേ. മിക്സഡ് ഫ്ലോ ടർബൈൻ B ആണ് നമ്മുടെ ഇവിടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത നാലാമത്താണ്, വിച്ച് അമംഗ് ദ ഫോളോയിങ് ടർബൈൻ റിക്വയർസ് മോർ ഹെഡ്? അപ്പം മോർ ഹെഡ് ആവശ്യമായിട്ടുള്ള ടർബൈൻ ഏതാണെന്നാണ് ചോദ്യം. ഹൈ ഹെഡ് ടർബൈൻ ഏതായിരുന്നു, നമുക്കറിയാം പിത്ത എന്ന് പറയുന്ന ഓപ്ഷനിൽ തന്നെ PITH, H സ്റ്റാൻഡ്സ് ഫോർ എന്തായിരുന്നു, ഹൈ ഹെഡ് ആയിരുന്നു അല്ലേ. അതിൽ നിന്ന് തന്നെ നമുക്കിവിടെ ആൻസർ കിട്ടുകയാണ്. അപ്പോൾ ഹൈ ഹെഡ് ടർബൈൻ്റെ എക്സാമ്പിൾ എന്തായിരുന്നു, പെൽട്ടൺ വീൽ ആയിരുന്നു അല്ലേ, പെൽട്ടൺ വീൽ. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് പെൽട്ടൺ വീലാണ്. ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകുമ്പോൾ, ഡ്രാഫ്റ്റ് ട്യൂബ്സ് ആർ നോട്ട് യൂസ്ഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടർബൈൻസ്? അവിടെ ശ്രദ്ധിക്കണം, നമ്മൾ ഡ്രാഫ്റ്റ് ട്യൂബ് ഉപയോഗിക്കാത്ത ടർബൈൻ ഏതാണെന്നാണ് ചോദ്യം. ഇവിടെ നമ്മൾ ആ നോട്ട് യൂസ്ഡ് ചിലപ്പം പരീക്ഷയുടെ ധൃതിയിൽ
ചിലപ്പോൾ ശ്രദ്ധിച്ചൊന്നും വരുന്നില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്നുകൂടെ വായിച്ച് നോക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വരുന്നത് ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിലാണ്. അപ്പം നമ്മൾ ഒറ്റയടിക്ക് നോക്കുമ്പോൾ ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് കാണുന്ന ഫസ്റ്റ് ഓപ്ഷൻ കാണുമ്പോൾ ചിലപ്പോൾ ഫ്രാൻസിസ് ടർബൈൻ കാണുമ്പോൾ ചിലപ്പോൾ കറുപ്പിക്കാനൊക്കെ ഉള്ളതായിട്ടൊരു ധൃതി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷേ നോട്ട് യൂസ്ഡ് ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഡ്രാഫ്റ്റ് ട്യൂബ് ഉപയോഗിക്കുന്നത് എവിടെയാണ്? റിയാക്ഷൻ ടർബൈനിലാണ്. അപ്പോൾ ഉപയോഗിക്കാത്തതെന്ന് പറയുമ്പോൾ ഇമ്പൾസ് ടർബൈൻ. ഇമ്പൾസ് ടർബൈൻ്റെ എക്സാമ്പിൾ ഏതാണ്? പെൽട്ടൺ വീലാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി പെൽട്ടൺ വീലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹൈഡ്രോളിക് മെഷീൻസിൻ്റെ ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കിത് കൂടുതൽ ഇൻഫർമേറ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഏണസ്റ്റ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.